ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്ന് അധികം ആൾ പെരുമാറ്റമില്ലാത്ത മുറികൾ, വീടുകൾ, മെന്റലിസ്റ്റുകൾ ഒരുപാട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ, വിജനമായ സ്ഥലങ്ങൾ, മരത്തിൻ്റെയൊക്കെ പൊത്തുകൾ, ഇവിടെയൊക്കെ ഈ നെഗറ്റീവ് ശക്തിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവും. ഹസ്തരേഖ ശാസ്ത്രം എന്നാണ് പറയുന്നത് സൈക്കോളജി പറയും. BPD, എനിത്തിങ് എക്സീഡ് ഈസ് പോയിസൺ. ഇത് സാധാരണ കാക്കാത്തിമാരായിരിക്കും. അവരിങ്ങനെ നോക്കി പറഞ്ഞാൽ ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇന്റലിജന്റ് ടെസ്റ്റ്, DMIT ടെസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മ ഭരണി വരുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് അതിന് നിയോഗിക്കപ്പെട്ട കോമരങ്ങൾ ഏക ചിന്തയിലേക്ക് വരുമ്പം യൂണിവേഴ്സുമായിട്ടുള്ള കണക്ടിവിറ്റി കിട്ടും. തഥാസ്തു, അത് തന്നെ ഭവിക്കട്ടെ. ഡോക്ടർ ജയപ്രകാശ് സർ, വെൽക്കം ടു ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസ്. നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. സർ ഒരു സ്പിരിച്വൽ സയന്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി എക്സ്പെരിമെന്റുകളും ബുക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ മേഖലയിലും. അതുകൂടാതെ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ സൈക്കോളജി, സ്പിരിച്വാലിറ്റി പ്ലസ് സയൻസ്, എന്താണ് ഇതിന്റെ എല്ലാത്തിന്റെയും കണക്ഷൻ? സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ സ്പിരിച്വൽ സയൻസിന്റെ ഒരു ഭാഗമാണ്. സ്പിരിച്വാലിറ്റി എന്നാണ് എല്ലാ ആധുനികമായ ശാസ്ത്രങ്ങളും ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്താ വെച്ചാൽ സ്പിരിച്വാലിറ്റി ദ റൈറ്റ് നോളജ് അബൌട്ട് അവർ മൈൻഡ്. അപ്പം സൈക്കോളജി കൂടുതലും മനസ്സിനെ സംബന്ധിച്ചും മനഃശാസ്ത്രം എന്നാണല്ലോ പറയുന്നത്. എല്ലാവരും ശാസ്ത്രമാണ്. അപ്പം മനഃശാസ്ത്രം എന്ന് പറഞ്ഞ ഉണ്ടായത് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി എന്നാണ്. മനുഷ്യ മനസ്സുകളെ സംബന്ധിച്ച് മനുഷ്യൻ എക്കാലത്തും ഒരു അന്വേഷണ കുതുകയായിരുന്നു, ഏൻഷ്യൻ പീരീഡ് മുതൽ. അപ്പോൾ അന്ന് തൊട്ട് അവൻ്റെ ബുദ്ധി വികസിക്കുന്ന കാലഘട്ടം തൊട്ട് ഈ മനസ്സെവിടെ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ പാതയിലായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചില വിശ്വാസങ്ങളിലൂടെയാണ്, ആത്മവിശ്വാസം കൂടുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഈ ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് ചില ദൈവികമായിട്ടുള്ള ശക്തിയിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അന്നും ഇന്നും ബഹുഭൂരിപക്ഷം ആൾക്കാർ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ന്യൂറോ സയൻസിൻ്റെ തലത്തിലേക്ക് വരുമ്പോഴാണ് സൈക്കോളജിക്ക് ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഇമോഷൻസും ഇതിനെയൊക്കെ വ്യത്യസ്ത ഡയമെൻഷനിലാണ് കിടക്കുന്നത്. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന മാനസിക പ്രശ്നങ്ങൾ, അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇനി അതല്ല മനുഷ്യൻ്റെ ചിന്തകൾ കൊണ്ടുണ്ടാകാവുന്ന, അതിനെ ബിഹേവിയർ ഡിസോർഡർ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴുള്ള സ്വഭാവത്തെ മറ്റു സ്വഭാവമായിട്ട് മാറിക്കിടക്കുമ്പോൾ അതിനെ കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയിലൂടെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനാണ് സ്പിരിച്വൽ പാത്തിലൂടെയുള്ള ഒരു യാത്ര. അപ്പം ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പം ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണ, സയൻസ് മാത്രമാണോ ശരി, ഇനിയിപ്പം സ്പിരിച്വാലിറ്റി അത് എത്തിക്സുകളൊക്കെ പറയാറില്ലേ, ദൈവം അങ്ങ് ഇല്ല. അപ്പം ശരിയാണ്, അവരുടെ പെർസ്പെക്റ്റീവിൽ അങ്ങനൊരു ദൈവം ഇല്ല എന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല ദൈവത്തെ, അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റുക. അപ്പം കാണാൻ പറ്റാത്ത അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റിയ ശക്തിയെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നതിനുള്ള ചില സിസ്റ്റംസ് ഡെലിബറേഷനാണ് ആധ്യാത്മികത. നമ്മളന്ന് ആത്മീയതയെന്ന് കേട്ടിട്ടുണ്ട്. ആധ്യാത്മികത എന്ന് വെച്ചാൽ വെർച്വൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഉള്ളൊരു അപ്രോച്ചിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് ബേസിലുള്ളത്, നമ്മൾ ദേവാലയങ്ങൾ, ബിംബങ്ങൾ, ആരാധനകൾ, പിന്നെ നമ്മുടെ ബുക്സുകൾ, നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളില്ലേ അതിലൂടെ, പിന്നെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളാകാം, ഇതെല്ലാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള രംഗത്തുള്ള ആൾക്കാരെ ആധ്യാത്മിക പ്രഭാഷണം കേട്ടിട്ടില്ലേ, ആധ്യാത്മിക രാമായണം, അതെല്ലാം അതിനകത്തുള്ള എസൻസിലേക്ക് എത്താനാണ്. ആ എസൻസ് ആണ് ആത്മീയത. അത് കാണാൻ പറ്റില്ല, അതൊരു ശക്തിയാണ്, എനർജിയാണ്. ചുരുക്കം പറഞ്ഞാൽ എനർജിയെ സംബന്ധിച്ചുള്ള, ഊർജത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു നേടലാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആകർഷിക്കാനാണ് ആധ്യാത്മികമായ രീതിയിൽ ചില കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം, ഒരു ഫ്രൂട്ട്സ്, പഴങ്ങളായിട്ട് നിന്നെങ്കിൽ മാത്രമേ ആ വിത്ത് പലയിടത്തേക്കും പ്രജനനം ഉണ്ടാവുകയുള്ളൂ. വിത്ത് കൊണ്ടുപോകണമെങ്കിൽ കിളികൾ ആകർഷിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു മാങ്ങ, പഴുത്ത മാങ്ങയിലേക്ക് കിളികൾ വരണ്ടേ, അതിനകത്തുള്ള വിത്തിനകത്ത് കാര്യം ഇരിക്കുന്നു. അപ്പൊ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടും, ആത്മീയത എന്ന് വെച്ചാൽ അതിനകത്തുള്ള വിത്താണ്. അപ്പൊ അത് ഡയറക്റ്റ് വിത്തിനെ പലർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതിനാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ. പറഞ്ഞു വരുമ്പോൾ എന്താ, മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അധോഗതിയിലേക്കും പോകുന്ന അർത്ഥം. സാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത്, ഒരു സൈക്കോളജി മാത്രമാണെങ്കിൽ അവർ പറയും ചിലപ്പോ ദൈവം ഇല്ല,
അല്ലെങ്കിൽ ആ വിശ്വാസത്തിനല്ല, സയൻസിനോ ആ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങൾക്കോ മാത്രമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ സാറിനെ സംബന്ധിച്ച് സാറ് സൈക്കാട്രി വേണ്ടത് അല്ലെങ്കിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് വേണ്ടതാണെങ്കിൽ ട്രീറ്റ്മെന്റ് വേണം എന്ന് പറയും. അതല്ല ദൈവീകപരമായിട്ടാണ് ചിന്തിക്കേണ്ടതെങ്കിൽ സാറ് ആ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ഒന്നിനെയും തള്ളി പറയുന്നതായിട്ട് തോന്നിയില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിലൂടെയാണ് ആശ്വാസം കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ ഒരു പാലത്തിലൂടെ കടന്നു പോകാന്ന് വിചാരിക്കുക. ഒരു നാരോ ബ്രിഡ്ജാണ്, ഒരു തെങ്ങുംതടി പാലം, അല്ലെ കമുങ്ങുംതടി അടയ്ക്കാമരത്തിന്റെ പാലമൊക്കെ കണ്ടിട്ടില്ലേ? ചെറിയൊരു തോടിന് കുറുകെ ഇട്ടിട്ടുണ്ടാവും. ആഴത്തിലുള്ള വെള്ളം പോകുന്നുണ്ട്, ഒഴുകി പോകുന്ന ജലാശയത്തിന് മുകളിലൂടെ ആയിട്ട്. പക്ഷെ നമ്മൾ ഈ തടിയിലൂടെ കടന്നുപോയി ചിലപ്പം കാല് തെറ്റി വീഴും. അങ്ങനെ ഹൈറ്റ് ഫോബിയ എന്ന് പറയും, ഭയം കൊണ്ട് വീഴുന്നതാണ്. അപ്പൊ ഇത് വീഴാതിരിക്കാൻ രണ്ട് കരയും ബന്ധിച്ചൊരു കയറ് കെട്ടിയിട്ടുണ്ടാവും ഈ പാലത്തിനോട് ചേർന്ന്. ഈ കയർ എന്തിനാ കെട്ടിയിരിക്കുന്നത്? ഇതിൽ പിടിച്ചുകൊണ്ട് മറുകര കടക്കാനാണ്. ഈ കയറിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വീടില്ലല്ലോ, ഇല്ല. ആ വീഴ്ത്താതിരിക്കുന്നത് ഈ കയറിന്റെ ശക്തിയാണോ, ഞാൻ ഇതിൽ പിടിച്ചിരിക്കുന്ന വീഴില്ല എന്നുള്ള ചിന്തയുടെ ശക്തിയാണോ? ചിന്തയുടെ ശക്തിയാണ്. അതായത് നമ്മുടെ ഉള്ള വിശ്വാസത്തെ ഉറപ്പിക്കാനാണ് ഈ ചരട്. എന്നാൽ ബുദ്ധിക്കറിയാം അഥവാ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ വീണാൽ കയറും പൊട്ടി വീഴുമെന്നറിയാം, പക്ഷെ വീഴില്ല. കാരണം ഈ ചില വിശ്വാസങ്ങൾ നമ്മളെ മറുകര കടത്താൻ സഹായിക്കുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ വിശ്വാസം വേണം. ദാറ്റ് ഈസ് മൈ പെർസ്പെക്റ്റീവ്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ എന്നാൽ ഈ കയറിന്റെ ശക്തിയാണ് എന്നെ നിലനിർത്തുന്നതാണ് അന്ധവിശ്വാസം. ഇപ്പോ പണ്ട് എന്നെ സയൻസ് പഠിപ്പിച്ചിരുന്ന സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാം. ഇപ്പോ സാറ് പറഞ്ഞു ഈ രാത്രിയിൽ അരകല്ല ആടരുത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പണ്ടുള്ള കാരണവന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഓരോ വിശ്വാസത്തിന്റെ ചട്ടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രാത്രിയിൽ ഇരുട്ടില് ഇഴജന്തുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ഇതുപോലെയൊക്കെ തന്നെയാണല്ലേ അത്? നമ്മുടെ വിശ്വാസം അത് നഷ്ടപ്പെട്ട എല്ലാം പോയില്ലേ. അപ്പം ഇത്തരത്തിൽ മനസ്സിന് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു പേടി തട്ടി ഒരാള് ഉറങ്ങാൻ പറ്റുന്നില്ല പുള്ളിക്ക്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക്. അപ്പൊ നമ്മുടെ പഴയ അമ്മമാരെ കണ്ടില്ലോ, മടിയിൽ വിളിച്ചിരുത്തി ഒരു ചരടെടുത്ത് ഇങ്ങനെ ജപിച്ച് നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ ചരട് ഇങ്ങനെ കെട്ടി അരയിൽ കെട്ടി അല്ലെ കയ്യിൽ കെട്ടി, ഇനി മുതൽ നിനക്ക് സുഖമായിട്ട് ഉറങ്ങാം, പേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ അന്നോട്ട് അവന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ ആ ചരട് വേണം. പിന്നെ അതുപോലെ തന്നെയല്ലേ ഈ രാത്രിയിൽ കിടക്കുമ്പോൾ കുഞ്ഞുകുട്ടികളെ കിടത്തുവാണെങ്കിൽ ഒറ്റക്ക് കിടത്തുവാണെങ്കിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും ചൂലൊക്കെ വെക്കുന്ന ഒരു സമ്പ്രദായം, അതൊക്കെ വെക്കുന്ന വെച്ചാൽ ആ ഒരു ബിലീഫ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയാം. നമ്മൾ ചെറുപ്പം മുതൽ വളർന്നു വരുമ്പോൾ ചില ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഓരോ മതങ്ങളിലും വളർന്നു വരുമ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും കേൾപ്പിച്ചതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതാണ് പലപ്പോഴും നമ്മളെ മുൻപോട്ട് പോകുമ്പോൾ ഒരു പ്രേരണയായിട്ട് നിലനിർത്തുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പൊ ഇതെല്ലാം വന്നെത്തുന്ന എവിടെയോട്ടോ സൈക്കോളജിയിലോട്ട് എത്തും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഏത് വിശ്വാസവും നിരന്തരം അത് ആവർത്തിച്ചാൽ, അല്ല നമ്മൾ കൊണ്ടു നടക്കുന്ന ചിന്ത തോട്ടൊരു എനർജിയാണ്. ആ ചിന്ത നമ്മുടെ ആത്മാവിലേക്കല്ല സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പിടിച്ചാൽ, ഇപ്പൊ സൈക്കോളജിയിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, സ്പിരിച്വാലിറ്റിയിൽ ആത്മാവെന്ന് പറയും. മനസ്സിലായില്ലേ വ്യത്യാസം? അങ്ങനെ. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം മുതൽ പിടിച്ചതെല്ലാം ഫ്യൂച്ചറിൽ ഇത് കയറും. ഇനി അത് തന്നെയല്ല, പ്രസന്റ് ലൈഫിൽ നമ്മൾ കുറച്ച് അധീകരിച്ച് ഏതൊരു ദൈവത്തെ തന്നെ വിശ്വസിക്കാന്ന് വെച്ചു. ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്മ ഭരണി വരുന്നു. അപ്പൊ അതിന് ആ സമയത്ത് അതിന് നിയോഗിക്കപ്പെട്ട കോമരങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കും, വെളിച്ചപ്പാടുകൾ. അപ്പൊ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചടങ്ങാണത്. അതെന്തിനു വേണ്ടി? ദേവീ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇത്ര ദിവസം വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് അന്നത്തെ ഭരണിയുടെ ദിവസം ഇവർ പീക്ക് സ്റ്റേജിലാവും. ആ വിശ്വാസത്തിന്റെ ചിന്തയുടെ അകത്തേക്ക് വന്ന് അന്നത്തെ ദിവസം ഇവർ ഉറഞ്ഞതുള്ളൂ. കാരണം ഈ ഉള്ളിലേക്ക് പോയ ആ വിശ്വാസത്തിന്റെ ശക്തി ബുദ്ധിയിലോട്ട് കയറാൻ തുടങ്ങും. അപ്പൊ ഈ വ്യക്തി അമാനുഷിക വ്യക്തിത്വമായിട്ട് മാറും. അതിനാണ് ബാധ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവര് ഈ വാളെ കൊണ്ട് വെട്ടിയെന്ന് പറഞ്ഞാലും ചോര വരും, പക്ഷെ അവർക്ക് വേദന അറിയില്ല. കാരണം ബോധമനസ്സിൽ ട്രാൻസായി. ആ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള സംഭവം ബോധമനസ്സിൽ വന്നപ്പം പെയിനൊന്നും അറിയില്ല. അപ്പൊ ഒരു ഉറഞ്ഞതുള്ളും, ഒരു പിടിച്ചാലൊന്നും പിടി കിട്ടില്ല. അപ്പം വിശ്വാസികൾ എന്ന് പറയും അത് ദേവി കയറിയിരിക്കുന്നതാണ്. അപ്പോ ഉറഞ്ഞു തുള്ളി അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു. അല്ല, അപ്പോ ചില കോമരങ്ങൾ പറയുന്ന കാര്യം കറക്റ്റ് ആവാറുണ്ട്. അതെന്തുകൊണ്ടാ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. എനർജി എല്ലായിടത്തും കണക്റ്റഡ് ആണല്ലോ. നമ്മൾ ഇന്നലെ, ഇന്ന്, നാളെ ഈ 3 കാലത്തെയും കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എന്നിട്ട് അറിയാൻ പറ്റണമെന്നില്ല. ചിലർക്ക് ഇൻഡ്യൂഷൻ പോലെ കണക്ഷൻ കിട്ടാറുണ്ടല്ലോ, ഇത് വരാൻ പോകുന്നതിനെ പറ്റി സൂചന കിട്ടും. അതെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി ഈ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ കിട്ടുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ട്.
ഈ സമയത്ത് ചെറുക്ക് പെട്ടെന്നൊരു വെളിപാട് പോലെ വരും. അപ്പൊ ഈ കോമരങ്ങൾ അറിഞ്ഞു തുള്ളുമ്പോൾ എന്താ സംഭവിക്കുക, അല്ല അതേപോലെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നവരുണ്ട്. അവർ ആ സമയത്ത് അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഏകാഗ്രതയിലാണ്. അപ്പം മറ്റു ചിന്തകളുടെ എണ്ണം എല്ലാം വിട്ടു ഏക ചിന്തയിലേക്ക് വരുമ്പം യൂണിവേഴ്സുമായിട്ടുള്ള കണക്ടിവിറ്റി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അവർ കൃത്യതയോടുകൂടി പലതും പറയാൻ. ചിലർക്ക്, എല്ലാവരും അങ്ങനെയല്ല, ഞാൻ എടുത്തു പറയുന്നത് പുറമേ ചില പെരിഫറലായിട്ട് ഒരുപാട് ആൾക്കാർ എല്ലാ രംഗത്തുള്ളവണൊക്കെ ഉണ്ട്. ചിലർ പറഞ്ഞ കൃത്യമായിരിക്കും. അത് അവർക്കൊക്കെയാണ് അതിന് ഉപകരണമായിട്ട് അവർ പ്രവർത്തിക്കുന്നതാണ് ആ സമയത്ത്. അത് കഴിഞ്ഞ് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലൂടെ തന്നെ ഈ പ്രവചനങ്ങൾ നടത്തുന്നവരുണ്ട്. ഇനിയിപ്പം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഏതൊന്നിനെ പറ്റി നമ്മൾ അറിയാതെ ഉള്ളിലേക്ക് കൂടുതൽ കൊണ്ടു നടന്നാൽ അത് ബുദ്ധിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഹാലൂസിനേഷനായിട്ട് വരികയും ചെയ്യും. അതിനാണ് സൈക്കോളജി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നമ്മള് ചിന്തിച്ച് അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരുപാട് കൊടുത്തു കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നതെന്ന്. പക്ഷെ നമ്മള് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്ന്, ഒരു പരിചയമില്ലാത്ത ഇപ്പം അവിടെ എന്തെങ്കിലും ബാധയുണ്ട് എന്ന് കേട്ടുകേൾവിയുള്ള സ്ഥലം ഒന്നുമല്ല, അങ്ങനെ ചെന്നിട്ട് പെട്ടെന്നൊക്കെ ഇതുപോലെ കാണിക്കുന്ന കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എനർജി ആണല്ലോ എല്ലായിടത്തും. അതിന്റെ ഡെൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അധികം ആൾ പെരുമാറ്റം ഇല്ലാത്ത മുറികള്, വീടുകള്, അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങള്, വിജനമായ സ്ഥലങ്ങള്, മരത്തിന്റെയൊക്കെ പൊത്തുകൾ, ഇവിടെയൊക്കെ ഈ നെഗറ്റീവ് ശക്തിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് വീടുകൾക്ക് എപ്പോഴും അടച്ചുറപ്പ് ഒക്കെ ഉള്ള എപ്പോഴും തുറന്ന് കേട്ടണമെന്ന് പറയും. ജനാലകളും എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് കൊടുക്കണം. അതുകൊണ്ട് പെരുമാറ്റം ഉണ്ടാവണം എല്ലായിടത്തും. ഈ നിർജീവമായിട്ടുള്ള വസ്തുക്കളൊന്നും അവിടെ വെച്ചേക്കാൻ പാടില്ല. ഇവിടെ എല്ലാം ഈ നെഗറ്റീവ് ശക്തിയുടെ എഫക്റ്റ് വരും. എന്താ എനർജിയാണ്, എനർജി ഒന്നേ ഉള്ളൂ. എനർജി എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും ഇല്ല, ഒന്നേ ഉള്ളൂ. കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ച്. ഒരു കാറ്റടിക്കുന്നു, കാറ്റൊരു ഊർജ്ജമല്ലേ. അത് കടന്നു പോകുന്ന സ്ഥലം ഒരു ഓടയുടെ മുകളിലൂടെ ആണെങ്കിൽ ദുർഗന്ധ നെഗറ്റീവ് എനർജിയാണ്. ഇതേ കാറ്റ് തന്നെ കുറെ മുമ്പോട്ട് പോകുമ്പോൾ സുഗന്ധ ദ്രവ്യങ്ങളുടെ മുകളിലൂടെയാണെങ്കിൽ സുഗന്ധമാണ്. അപ്പൊ കാറ്റൊന്നേ ഉള്ളൂ, അപ്പൊ എനർജി ഒന്നേ ഉള്ളൂ. നമ്മൾ ഓരോ സ്ഥലത്തും എങ്ങനെ പരിപാലിക്കുന്നു അതനുസരിച്ചാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യാറില്ലേ? ഒരു ദേവാലയത്തിൽ ചെല്ലുമ്പം ഭയങ്കരമായ ഒരു ശാന്തി കിട്ടാറില്ലേ? അത് എനർജി ഷിഫ്റ്റിംഗ് അല്ലേ? എന്നാൽ ചിലയിടത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ചില വ്യക്തികളുടെ അടുത്തിരുന്നാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അത് അവിടുന്ന് റേഡിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് ട്രിഗർ ചെയ്യും. അവിടെ ഈ കൂടുതൽ നല്ല ശുദ്ധവും വൃത്തിയും, അല്ലെങ്കിൽ അത് കണക്ക് പോസിറ്റിവിറ്റി കുറഞ്ഞ സ്ഥലത്ത് നെഗറ്റീവ് ശക്തിയുടെ പ്രസൻസ് ഉണ്ടാകും. അപ്പൊ ചിലരെ സംബന്ധിച്ച് ഇമോഷണലി ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. അവരിൽ ഇത് പുറത്തോട്ട്. നമ്മൾ ഇമോഷണലി വീക്ക് ആയിരിക്കുന്ന ടൈമിലാണ് നെഗറ്റീവ് എനർജി കൂടുതൽ ശരീരത്തിലേക്ക് വരുന്നതെന്ന് കേട്ടു. അതെ, അതായത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സർവ്വ കൊച്ചു കൊച്ചു രോഗങ്ങളും പിടിക്കും അല്ലേ? ഇതേപോലെ തന്നെയാണ് മനസ്സിന് എനർജി ലെവൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാലും മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റുന്നത് നമുക്ക് താങ്ങാൻ പറ്റില്ല. സങ്കടങ്ങളായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ഭയമൊക്കെ, ഇതെല്ലാം ഈഗോസ് ആണ്. നമ്മളുടെ ഈഗോഗ്രാം എന്നാ പറയുന്നത്. മനസ്സിന്റെ എനർജിയെ നമ്മുടെ ഈഗോഗ്രാം എന്നാ പറയുന്നത്. ശരീരത്തിന് നമ്മൾ കിലോഗ്രാമിലാണ് പറയുന്നത്. ഇത്ര kg വെയിറ്റ് ഉണ്ട്. ഒരു ധാരണയുണ്ട്. ശരീരത്തിന് അകത്ത് പിന്നെ നനവാണ്, വെള്ളമാണുള്ളത്, വാട്ടർ ബോഡിയാണ്. അതിനെ ലിറ്ററിലാണ് മെഷർ ചെയ്യാൻ പറ്റുക. പക്ഷെ എനർജിയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ അറിയുന്നതാണ് ഈ ഈഗോഗ്രാമിന്റെ ബേസിലാണ് മെഷർ ചെയ്യുന്നത്. ഒരാളുടെ ഈഗോഗ്രാം ലോ ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഈഗോഗ്രാം കുറവാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തെല്ലാം ഇമോഷൻസ് ആണ് ഉണ്ടാകുന്നത്? ഇമോഷൻ വരുമ്പോഴാണ് ടെൻഷൻ, ഡിപ്രഷൻ, ദേഷ്യം, ഭയം, അലസത, വിരസത, പിന്നെ നാളത്തെ പറ്റിയുള്ള ചിന്തയില്ല, ഒരു നിസ്സംഗത, ദുഃഖം, ഫിയർ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈഗോഗ്രാം ലെവൽ ഡൗൺ ആവും. അതിനാണ് ഇമ്മ്യൂണിറ്റി പവർ കുറയുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് എല്ലാം പുറമേ നിന്ന് കയറി പിടിക്കും. എന്നാൽ ചിലരെ കണ്ടിട്ടുണ്ടോ, ഏത് ഇമോഷൻ വന്നാലും അവർ പെട്ടെന്ന് ബാലൻസ്ഡ് ആവും. സങ്കടം വരുന്ന ഘട്ടത്തിൽ സങ്കടം വരും, പെട്ടെന്ന് ആ ബോർഡർ ലൈൻ താഴോട്ട് വന്നാലും അതിൻ്റെ ഇൻറ്റൻസിറ്റി കഴിഞ്ഞാൽ ബാലൻസ് വരും. ദേഷ്യം വന്നാലും ദേഷ്യം വരും. അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ ബോർഡർ ലൈൻ ഇത്. ഇങ്ങനെ ബോർഡർ ലൈനിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ബാലൻസ് പോകുന്നതിന് അത് സാധാരണ മൈൻഡുള്ള വ്യക്തികളെന്ന് പറയും. ഇത് മൈൻഡ് ഔട്ടാകുന്ന എപ്പോഴാണ്? ഏത് ഇമോഷനും നമ്മുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോകുന്നു, തിരിച്ച് കയറുന്നില്ല. ഇപ്പം സങ്കടം വന്നു, ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, ആ ദുഃഖത്തിൽ തന്നെ ആയി അതൊരു ഹാബിച്ചിലാവും. പിന്നെ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ ഇവർ വിഷാദ രോഗത്തിലേക്ക് പോകും. അപ്പോൾ മൈൻഡ് ഔട്ടായി. അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു ഇവന്റ് വന്ന് ഹൈ പിച്ചിൽ ഇവരങ്ങ് പോകും, പിന്നെ താഴോട്ട് വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ വ്യക്തി അല്ലാതായി മാറും. എന്താ പറയുന്നത്, എന്താ ചെയ്യുന്ന അറിയില്ല.
അപ്പോൾ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ചില സമയത്ത് അവർ അപ്പോളജി പറയുകയും ചെയ്തു തിരിച്ച്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈഗോസ് കയറി ഇറങ്ങി വരുന്നതിനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് സൈക്കോളജി പറയുന്നത്. BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് ചെറുപ്പത്തിലേ ഉണ്ടാവും, ചില കുട്ടികൾക്കുണ്ടാവും. അങ്ങനെ ഒരുപാട് കേസ് നമ്മുടെ അടുത്ത് വരും ഇങ്ങനെ. അപ്പം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. മനസ്സിൻ്റെ നേരത്തെ പറഞ്ഞ തലച്ചോറിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് റെഫർ ചെയ്യും. ഇനി അതല്ല, കുറച്ച് നാളുകൊണ്ടൊരു ബിഹേവിയർ ആണെന്നെങ്കിൽ ബിഹേവിയർ തെറാപ്പിയാണ് സൈക്കോ തെറാപ്പി എന്ന് പറയും. നമ്മൾ ഫിസിയോതെറാപ്പി ശരീരത്തിനും സൈക്കോ തെറാപ്പി മനസ്സിനും. അത് മെഡിസിൻ കൊണ്ടല്ല, ചില ചിന്തകളിലും സ്വഭാവത്തിലും പുതിയ രീതിയിൽ ഒരു റൂട്ടിലൂടെ അവരെ കാട്ടിക്കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയപടിയായി പോകും. മൂന്നാമത്തെ ബുദ്ധിയെ ഹാക്ക് ചെയ്യുന്നത് ഈ ആദ്യത്തെ രണ്ടും അല്ല. ആദ്യത്തേന് മെഡിസിൻ വേണം, രണ്ടാമത്തേന് മൂന്നാമത്തത് കുറേ നാളുകൊണ്ട് ഈ പറയുന്ന ഈഗോസ് അകത്തേക്ക് പോയി. ചിലർ സ്വയം തന്നെ പരിമിച്ച് നടക്കും. എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ഞാൻ വിചാരിച്ച നടക്കില്ല, അല്ല നമ്മുടെ അനുഭവങ്ങൾ, അല്ല മറ്റു പല കൺസെപ്റ്റിനെ പറ്റി ഇവർ കൊണ്ടു നടന്ന എല്ലാം അകത്തേക്ക് കയറും. അത് ബുദ്ധിയിലേക്ക് തിരിച്ചു കയറും. അങ്ങനെ ബാധിപ്പിച്ചതിനെ ബാധ എന്ന് പറയുന്നത്. ആ ബാധ ബുദ്ധിയിലോട്ട് വന്നാൽ ബുദ്ധിയെ ഹാക്ക് ചെയ്ത് കളയും. ഈ വ്യക്തിക്ക് പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇവർ ചെയ്യാത്തതിനെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനാണ് ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ കണ്ടിട്ടില്ലേ? കളവൊക്കെ വരച്ച് അവിടെ ഇരുത്തി അവിടെ ഇവരുടെ തന്നെ സങ്കല്പത്തിൽ കയറിയാണ് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ പണ്ട് കേട്ട കഥകളോ പലരും പറഞ്ഞതോ ഒക്കെ ഇവരുടേതാക്കി അങ്ങ് എടുക്കും. നമ്മൾ പറയാറില്ലേ, എല്ലാം സ്പിരിച്വൽ ആണ് നല്ലതാന്ന് പറഞ്ഞാലും എനിത്തിങ് എക്സീഡഡ് ഈസ് പോയിസൺ, എന്തും അധികമായ വിഷമാണ്. അപ്പം വ്യക്തി ജീവിതം പോവുകയാണ്. അപ്പം ഇങ്ങനെ കയറി ബാധയെ ഒഴിപ്പിക്കാനാണ് പണ്ട് വൺസ് പറഞ്ഞ് പറയിക്കുക എന്ന് പറയും, പുറത്ത് കളയുക എന്ന് പറയും. അവരോട് ഇപ്പം നീ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മാസ്റ്ററല്ലേ, അതിനെ നമ്മൾ വെളിച്ചപ്പാടെന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന പരികർമ്മി എന്ന് പറയും. വളരെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ബുദ്ധിയിലോട്ട് കയറുക. ബുദ്ധി പറയണം, ഞാൻ അന്ന് മരിച്ച ഒരാളാണ്, നീ എന്തിനാണ് ഈ ശരീരത്തിൽ കയറിയ, എനിക്ക് പലരോടും പക കിട്ടാനുണ്ട്, ചോദിക്കാനെല്ലാം പറയും. പക്ഷെ ഈ വ്യക്തിയുടെ ബുദ്ധിയല്ല പറയുന്നത്, അകത്തേക്ക് കാലങ്ങളായിട്ട് ഇവർ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ബുദ്ധി കയറി, ഈ ബുദ്ധിയെ ഹാക്ക് ചെയ്ത് കളയും. അതൊരു അമാനുഷിക ശക്തിയായിട്ടാണ് വരണം. അപ്പൊ ഞാൻ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മരിച്ചുപോയ നമ്മുടെ റിലേറ്റീവ്സിനെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് സംസാരിക്കാം, മെന്റലിസ്റ്റുകൾ ഒരുപാട് ചെയ്യുന്ന, സാറും കണ്ടിട്ടുണ്ടോ? ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും? ഇതിനെ മെന്റലിസ്റ്റും ഇതുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യരുത്. മെന്റലിസം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. അതിനകത്ത് മാജിക് വരുന്നുണ്ട്, പിന്നെ അവരുടെ മൈൻഡ് ട്രിക്കുകളുണ്ട്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എടുപ്പുണ്ട്. ഇത് വെച്ചിട്ട് ഒരു സ്കില്ലാണ് അത് കേട്ടോ, ഒരു നൈപുണതയാണ്. ഓരോരുത്തർക്കും ഓരോ നൈപുണതയുണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ആഗ്രഹം ഇങ്ങനെ ഷോയൊക്കെ കാണുമ്പോൾ എന്നാൽ നമുക്കും പഠിക്കാമെന്ന് വിചാരിച്ച് പോയിട്ട് നടക്കില്ല. കാരണം ചിലർക്ക് നൈസർഗികമായ ചില കഴിവുകളുണ്ട്. ആ കഴിവുള്ളവർക്ക് ഒരുപക്ഷെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പുതിയ പുതിയ രീതിയിൽ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ആത്മാക്കളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സജഷൻസ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വേറെങ്ങുമല്ല പോകുന്ന പ്രപഞ്ചത്തിലേക്ക് തന്നെ പോകുന്നത്. അവിടെ ഉണ്ട്, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരുടെ എനർജി ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന സയൻസ് ഉണ്ട്, ഊർജ്ജതന്ത്രം എന്നാ പറയുക, ഊർജ്ജതന്ത്രം. അതിനെ ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സ് പറയാറുണ്ട് എനർജിയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, എനർജി കനോട്ട് ക്രിയേറ്റ്, സൃഷ്ടിക്കാനും പറ്റില്ല, ഡിസ്ട്രോയിഡ്. പക്ഷെ ഇതിനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ മരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് കാഷ്വലി ചോദിക്കാറുണ്ടല്ലോ, ചോദിക്കാറില്ലേ? എന്റെ മാഷ ഇങ്ങനെ നമുക്ക് അടിച്ചു പൊളിക്കാൻ, ചാകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? പറ്റില്ല, വിശ്വാസം. എന്നാൽ ഇതിന്റെ പെർസ്പെക്റ്റീവ്, സ്പിരിച്വാലിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ മരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സംസ്കരിച്ച സംസ്കാരം എന്ന് പറയും. സംസ്കാരവും കൊണ്ടാണ് പോകുന്നത്. അപ്പം അറിയാനുള്ളത് യോഗാനന്ദൻ്റെയൊക്കെ ഇതിൽ നമുക്കറിയാൻ സാധിക്കും. യോഗയിലൊക്കെ ഒരുപാട് ഋഷീശ്വരന്മാരുടെ, അല്ല സ്വാമി വിവേകാനന്ദൻ്റെ, ശ്രീ ശങ്കരാചാര്യരുടെ, ഇവരുടെയൊക്കെ പ്രഡിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 5 ശരീരമാണ് നമുക്കുള്ളത്. 5 ലെയറാണ്. അല്ല, ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് അന്നമയ കോശം എന്ന് പറയും. നമുക്ക് കണ്ടും തൊട്ട് മനസ്സിലാക്കാം. അതിനെപ്പറ്റി ആ ഡയമെൻഷനിൽ മനസ്സിലറിയൂ. നമ്മൾ ആരാധിച്ചത് അന്നമയ കോശം, അത് എല്ലാവരും സയൻസ് സമ്മതിക്കുന്നു. എന്നാൽ ഇതിനകത്ത് കാണാത്ത ഒരു ലെയർ ഉണ്ട്, അതാണ് പ്രാണമയ കോശം. അപ്പൊ അത് കാണാൻ പറ്റില്ല, പക്ഷെ പ്രാണനുണ്ട്. പ്രാണനില്ല, നമ്മൾ ഇല്ലല്ലോ. അപ്പൊ അതും സാമാന്യ ബുദ്ധിക്ക് അവിടം വരെ മനസ്സിലാക്കാം. അപ്പം അന്നമയ കോശമുണ്ട്, പ്രാണമയ കോശം.
മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് മനോമയ കോശമാണ്, മനസ്സ്. ആ മനസ്സിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്. മനസ്സൊരു എനർജിയാണ്, എനർജി ഫീൽഡാണ്. നാലാമത്തത് വിജ്ഞാനമയ കോശം. കാരണം മനുഷ്യന് മാത്രമാണ് അറിവാണ് അന്നം. മനുഷ്യന്റെ അന്നം എന്ന് വെച്ചാൽ എല്ലാം നേടുന്നത് അറിവിലൂടെയാണ്, അത് അന്നം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അകത്തേക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലൂടെ അകത്തേക്ക് കൊടുത്ത പല അറിവുകൾ അക്യൂർ ചെയ്യപ്പെടുന്നത് വന്ന് മനസ്സിലാണ് പതിയുന്നത്. അപ്പം മനസ്സിൽ ആലേഖനം ചെയ്യപ്പെടുന്ന അവിടെ ബിൽഡപ്പാണ്, കയറി പിടിച്ചിരിക്കുക. അഞ്ചാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദമയ കോശം, ആനന്ദം കംപ്ലീറ്റ്. അപ്പം ഈ 5 ലെയറിൽ ഇവിടുന്ന് പോകുമ്പം, മരിക്കുമ്പം പോകുന്നത് ആദ്യത്തെ 2 ലെയറാണ്. അന്നമയവും പ്രാണമയവും ഭൂമിയിൽ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടിട്ട് മനോമയത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ട സഞ്ചയിപ്പിക്കപ്പെട്ട കർമ്മം അല്ലെങ്കിൽ സംസ്കാരം അതിവിടെ വിലയം പ്രാപിക്കാം. എപ്രകാരമാണോ ഒരു ചന്ദനത്തിരി നമ്മൾ കത്തിച്ചാലും അതിൻ്റെ പുക സ്പ്രെഡായി ഇവിടെ എല്ലാം വ്യാപിക്കില്ല, കാണാൻ പറ്റില്ല, ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഈ എനർജിയാണ് നമ്മൾ ഇവിടുന്ന് സഞ്ചയിപ്പിക്കപ്പെട്ടതും കൊണ്ടാണ് ഇവിടെ വിലയം പ്രാപിക്കുന്നത്. പക്ഷെ അവിടെ നിൽക്കുകയല്ല, ഏതൊരു ജീവൻ അകത്ത് കയറുമ്പോൾ ഇപ്പോൾ ഒരു ജീവൻ പ്രസവിച്ച് വരികയാണ്, അത് മനുഷ്യരാകാം, ജീവജാലങ്ങൾ ഏതും. ഈ ഒരു എനർജി കയറാൻ ചലിക്കില്ലല്ലോ, വളരില്ലല്ലോ, ആ എനർജി കണക്റ്റ് ആകും. ഇപ്പം മാതൃഗർഭത്തിലിരിക്കുമ്പോഴേ ഒരു കുഞ്ഞിൽ എനർജി സ്റ്റാർട്ട് ആകുമ്പം പ്രപഞ്ചമായിട്ട് കണക്റ്റ് ആയി. ഇത് മുമ്പ് ഇവിടുന്ന് സംസ്കരിച്ച് കൊണ്ടുപോയ എനർജിയുടെ എഫക്റ്റും ഇതിനകത്ത് കയറുകയാണ്. അപ്പം ഇപ്പം സഞ്ചയിപ്പിക്കപ്പെട്ടാണ് നാളുകളിൽ ക്യാരി ഫോർവേഡ് ആയിട്ട് സഞ്ചിത കർമ്മമായിട്ട് വരുന്നത്. അപ്പോൾ പ്രസന്റ് ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളുടെയൊക്കെ പിന്നിൽ ഈ പറയുന്ന വന്ന സഞ്ചിത കർമ്മവും കിടപ്പുണ്ട്. ഒന്ന് ദാറ്റ് മീൻസ് മുൻജന്മം എന്ന് പറയുന്നത്, മുൻജന്മ സുഹൃതം എന്നും പറയും. ഇങ്ങനെ കൊണ്ടുവന്ന നല്ലതാണ് സുഹൃതം. നേരെ തിരിച്ചാണെങ്കിൽ കർമ്മദോഷം അത് ഈ നമുക്ക് വേദന തരാനായിട്ട് ഈ കർമ്മദോഷം ഉണ്ടെങ്കിൽ പല ആസ്പെക്ട്സിലൂടെയും വരാം. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു തർക്ക വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ ക്യാരി ഫോർവേഡ് ആണ് ഇനി അടുത്ത ജന്മത്തിൽ കാരണം പോലും അറിയാതെ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഒരു കുഞ്ഞ് പിറക്കുന്നു, ജനിക്കുമ്പോഴേ ക്യാൻസർ, ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ജനിക്കുന്നു. അത് ദൈവം ശിക്ഷിച്ചതല്ല, വന്നപ്പോഴേ കൊണ്ടുവന്ന. പലരും ചോദിക്കാറില്ല, എന്തിനാ ആ കുഞ്ഞിനെ ശിക്ഷിച്ചത്, ദൈവത്തിനെങ്കിലും ദയയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം ശിക്ഷിച്ചല്ല, വന്നപ്പോഴേ കൊണ്ടുവന്നു. അപ്പം വന്നപ്പോഴേ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോഴേ ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ. ഇപ്പം ചെയ്യുന്ന നല്ല നല്ല രീതിയിലുള്ള ആണെങ്കിൽ ഇതിന് തുടർന്ന് ഭാവിയിലെ ഒരു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഇപ്പം നമുക്കൊരു 30 വയസ്സുണ്ടെങ്കിൽ 40 വയസ്സുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് അപ് സ്റ്റെപ്പിലേക്ക് ജീവിതം പോകണമെങ്കിലും ഇപ്പോൾ മുതൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ് നാളെ ഒരു ക്യാരി ഫോർവേഡ് ആയിട്ട് വരുന്നത്. ബൂമറാങ് എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ജനിക്കുന്നുണ്ട്. അപ്പം നാളുകളിൽ നമ്മുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റായിട്ട് വരണമെങ്കിൽ ഈ നിമിഷം മുതൽ അകത്തേക്ക് കൂടുന്ന ഇൻപുട്ട് എന്തോ അതാണ് നാളുകളിലെ സഞ്ചിത കർമ്മമായിട്ട് വരുന്നത്. അപ്പോൾ പ്രസന്റ് ലൈഫിൽ തന്നെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. ഇത്തരത്തിലുള്ളൊരു പ്രിൻസിപ്പിള് അല്ലെ തത്വം മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല, സക്സസ് ആയിരിക്കും. അപ്പൊ ചില വിശ്വാസങ്ങൾ വേണ്ടേ? ഇപ്പൊ കോവിഡിന്റെ സമയത്ത് അതിനുശേഷം ഇപ്പൊ നമ്മുടെ സെന്ററിൽ വരുന്നവർ ഒരുപാട് ആത്മഹത്യയുടെ പങ്കത്ത് നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ ഒരു ആശയം കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾ ആത്മഹത്യയില്ല. അവരുടെ മനസ്സിൽ പിടിക്കേണ്ടത് പിടിച്ചു പോയിട്ടുണ്ട്. കറക്റ്റ് ടൈം ആയിരിക്കണം. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി ഇതൊരു സൈക്കിളാണ്. ഇനിയും ആത്മഹത്യ ചെയ്യാനായിട്ട് അല്ലാതെ എന്ത് ചെയ്യും സാറേ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിപ്പോയി. ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എനിക്ക് സാമ്പത്തിക പരാധീനം ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് പ്രശ്നം ഉണ്ടായിരുന്നു, രോഗം വരുമോ എന്നുള്ള പേടി, ഇതൊക്കെ കാരണം ഇനി എന്തിന് ജീവിക്കുന്നു എന്നാണ്. പക്ഷെ മനസ്സിലാക്കാനുള്ളത് നമ്മളെല്ലാവരും ഒറ്റയ്ക്കായി ലോകത്തേക്ക് വന്ന് ഒറ്റയ്ക്കായി ഇവിടുന്ന് പോകുന്നത്, ഒറ്റയ്ക്ക് എവിടെ ജീവിക്കുന്നു, അകൽ ലോകത്ത്. അപ്പം ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ശക്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒരുക്കിയും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റിലെ കാർമിക് കൊണ്ടാണ് ഇതിനെ കാണിക്കാതെ പോയത്. അപ്പൊ ഇതിപ്പോ മനസ്സിലാക്കിയാലോ, ഇനി മുതൽ കൂടുതൽ കൊടുത്താൽ ഇവിടുന്ന് എന്തിനെ അക്വയർ ചെയ്തെടുക്കാം. നിങ്ങളെ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രോബ്ലം എന്താണോ അത് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ റിസോഴ്സിലൂടെ തന്നെ കണ്ടെത്താം, നിങ്ങളിലേക്ക് അടുപ്പിക്കുക, ആകർഷിപ്പിക്കുക. അതിനെന്ത് വേണം? ആ റിസോഴ്സിനെ ഉപയോഗിക്കണം. അതിനാണ് പറയാറുണ്ട്, ഉദരാത്മാനാത്മാന, അവനവനെ ഉദ്ധരിക്കണം. ഒരു മാഗ്നറ്റ് പോലെയാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. അതിനെ നീ ശരിയായി ഉപയോഗിച്ചാൽ എന്താ നിനക്ക് നേടാൻ പറ്റാത്തത്? അത് പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നീ ആത്മഹത്യക്ക് പോയത് ഒരുപക്ഷെ മനസ്സമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അതിനുള്ള മെറ്റീരിയൽ എന്താണോ എല്ലാം ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് കണക്ട് ചെയ്തെടുക്കാം. അവന് വിട്ടുതരമല്ല ആത്മഹത്യ ചെയ്യുന്നത്. അത് അറിയാത്തതുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ അറിയാനും അവരെ അനുവദിക്കില്ല. അവരുടെ പ്രീവിയസ് ഇരുന്ന
കർമ്മദോഷം, സമയത്ത് കണ്ണ് ഉറപ്പിക്കില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചിലര് നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം എന്ന് വരെ അവിടുന്ന് പറഞ്ഞാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നതെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അപ്പൊ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ അവരങ്ങനെ ആയിരുന്നു മരിക്കേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ഇത് പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അത്ര വലിയ ജ്ഞാനം ഇല്ലായിരുന്നപ്പോൾ ആൾക്കാർ വിധി വിധി എന്ന് പറഞ്ഞ് പഴിചാരി അങ്ങ് പോവായിരുന്നു. വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു കർമ്മഫലമാണ്, അത് ശരിയാ. അതുകൊണ്ടാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിക്കുന്നത് കർമ്മത്തിന്റെ ഒരു ഫലമാണ്. അതൊരു വിധി, നല്ല വിധിയുണ്ട്, ചീത്ത വിധിയുണ്ട്. ഇപ്പൊ നല്ല രീതി ഹൈറ്റ്സ് നല്ല രീതി ജീവിക്കുന്ന ഒരു വിധി, അത് അവന്റെ വിധി പറയാറല്ലേ, നേരെ തിരിച്ച. പക്ഷെ ഇപ്പൊ നെഗറ്റീവ് വിധിയാണെങ്കിൽ അയ്യോ അത് വന്നപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്, തലവരെയാണ്, അനുഭവിച്ചേ പറ്റുള്ളൂ. ഇത് സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാഴ്ചപ്പാട് നമ്മൾ ഈ പറയുന്ന യഥാർത്ഥ സ്പിരിച്വാലിറ്റിയുടെ സയൻസ് മനസ്സിലാക്കി ഇനി മുതൽ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അത് കറക്റ്റ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത്രയും നാളത്തെ അവസ്ഥയെ നമുക്ക് മറികടക്കാം. ഇപ്പോൾ ഒരു ആളുടെ സ്വഭാവം രൂപീകൃതമാകുന്നത് അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോൾ തൊട്ട് ആ കാലഘട്ടത്തിൽ മാതാവിൻ്റെ ഗർഭാവസ്ഥയിലെ ഇമേജസ് ആൻഡ് ഇമോഷൻസ് ഉള്ളിൽ വളർന്ന കുഞ്ഞിൻ്റെ ആത്മാവിലേക്ക് ആലേഖനം ചെയ്യപ്പെടും. പിന്നെ പുറത്ത് വന്ന ശേഷം അപ് ടു 10 വയസ്സിനുള്ളിൽ പുറമേ നിന്ന് കാണുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നത് ഉള്ളിൽ പിടിക്കും. മൂന്നാമത്തെ സ്റ്റേജ് പ്രസന്റ് ലൈഫിൽ അസോസിയേഷൻ കൊണ്ട്. അപ്പൊ ഈ 3 ഏരിയയിൽ നിന്നുള്ള ഉള്ളിൽ പിടിച്ച് കിടക്കുകയാണ്. ഇതിന്റെ എഫക്റ്റാണ് ഒരുപക്ഷെ അവനിപ്പം ജോലി കിട്ടാത്തതും പ്രശ്നങ്ങളും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എൻ്റെ വിധി എന്ന് പറഞ്ഞിരിക്കുക. ഇതൊക്കെ ഒരുപക്ഷെ പ്രീവിയസ്ലി അവന്റെ ഉള്ളിൽ സ്റ്റോർ ആയിരിക്കുന്ന അജ്ഞതയാണ്. ഇത് വെച്ചിട്ട് എനിക്ക് ഗതിയില്ല, എനിക്ക് വിധി ഇതാണ് എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവൻ വിഡ്ഢിയാണ്. കാരണം ഇനി മുതൽ നിന്റെ ഉള്ളിലേക്ക് എന്തു കൊടുത്താലും സ്വീകരിക്കത്തക്കുള്ളൊരു മനസ്സുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പോൾ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിക്ക് ഇനി മുതൽ ഒരു റൂട്ട് മാറ്റി അകത്തേക്ക് കൂടുതൽ ഡെപ്പോസിറ്റ് കൊടുത്താലോ പഴയതിനെ മറികടക്കാം. ഇപ്പൊ നമ്മൾ ചെറിയൊരു വര വരയ്ക്കുന്നു ഇവിടെ, 1 സെന്റിമീറ്റർ ഹൈറ്റുള്ള, ഇതാണ് ഇപ്പോഴത്തെ വിധി എന്ന് വിചാരിച്ചു. ഇത് ഈ വരയിൽ ഇനിയൊന്നും തൊടാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. ഈ വര ഇനി ചെറുതായി കാണണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇതിനടുത്ത് വലിയൊരു വര വരയ്ക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമുക്ക്. ഇതിനാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് സയന്റിഫിക് ആയിട്ട് നമ്മൾ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് കൊണ്ടിരുന്നത്. ഞാൻ അതിന് വരെ വിധി ഇപ്പൊ ബിടെക്കാരൻ പയ്യനാണ്, 26-27 വയസ്സുണ്ട്, അവൻ താടിയും വളർത്തി തെക്കോട്ടും വടക്കോട്ടും നടക്കുക. എന്താടാ പറ്റി? ജോലിയൊന്നും ശരിയാകുന്നില്ല, ഒരുപാട് ശ്രമിച്ചു. ശരി, അത് 2028 വരെ ഫെബ്രുവരി വരെ സമയദോഷമാണ്. ഇപ്പം പഠിച്ചിട്ടുള്ളവനാണ്, ഭയങ്കര ബുദ്ധിയ പല കാര്യത്തിനും, തർക്കമുണ്ട്, ദൈവവിശ്വാസമൊന്നുമില്ല, ഒന്നും വേണ്ട, എല്ലാ യുക്തിയൊക്കെ ചിന്തയൊക്കെ. അപ്പം എന്നാലും അവൻ പോയി നോക്കിച്ചു. ആര് പറഞ്ഞു? ഞാൻ പോയി നോക്കിച്ചു. ശരി, അവന്റെ നാളും കാര്യങ്ങൾ വെച്ചിട്ട് ശനി ദോഷം അതൊക്കെ ഉള്ളതായിരിക്കാം, അവരുടെ പെർസ്പെക്റ്റീവ് ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില പരിഹാരമൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ വിടും. ഇവരിതൊക്കെ പിടിച്ചു. ഇതുകൊണ്ട് നടക്കുക 2028 ഫെബ്രുവരി മാർച്ച് ആകാനായിട്ട് സമയം തെളിയാൻ. നീ ഓക്കെ, അതുവരെ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? അതുവരെ ഒന്നും ചെയ്തില്ല, വെറുതെ കരിങ്ങ കുത്തി ഇരുന്ന് മൊബൈലിൽ നോക്കിയിരിക്കുക. ഇനി മുതൽ നീ എന്താണോ നിന്റെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ടും ഈ പഴയ വിധിയെ മാറ്റിക്കുറിക്കുക. ഇതിന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് കിട്ടുന്നില്ല ഇപ്പം. ഇതാണ് പ്രശ്നം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമുക്ക് സമയദോഷവും ഗ്രഹപ്പഴയൊക്കെ വരുമ്പോഴത്തേക്ക് വിശ്വാസങ്ങളുള്ള സ്പിരിച്വൽ പാത്തിൽ പലരും ദേവാലയങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരൻ എഴുതി കൊടുക്കുന്നു, ഇത് തടസ്സം ഉണ്ടല്ലോ, ഇത് മാറാനായിട്ട് ഇന്ന വഴിപാടുകൾ കഴിക്കണം, ഇത്ര നാൾ ചെയ്യണം, അപ്പം നിന്റെ പ്രശ്നം പരിഹരിക്കും. അപ്പം ഇവൻ ആ ജ്യോത്സ്യനിലും ഒരു വിശ്വാസമുണ്ട്, ഈ ദേവനിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെന്താ, അവന്റെ ഫ്രെയിം മാറുകയാണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് നമ്മൾ പറയുന്നതാണ്. അതായത് ഇത്രയും നാളും ഒരു പ്രശ്നം എനിക്കുണ്ട് ജാതകവശാൽ, ഇനി ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ചു, പരിഹാരവും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് ചെയ്താൽ എൻ്റെ പ്രശ്നം മാറും എന്ന് റിപ്പീറ്റഡ് ആയിട്ട് സജഷൻ കൊടുക്കാൻ ഈ കർമ്മം ഇടയായാൽ ഉറപ്പായിട്ടും മാറും, ജോലിയും കിട്ടും. പറഞ്ഞു വരുമ്പോൾ അത് സൈക്കോളജിക്കലി ഇവന്റെ ഉള്ളിലുള്ള ചിന്തകളെ റീറൂട്ട് ചെയ്തതാണ്. അതിന് ചില ഒബ്ജക്റ്റിനെ എടുക്കും. ഇത് തന്നെയാണ് ആധ്യാത്മികതയിലും പല ഒബ്ജക്റ്റിലൂടെ നമ്മുടെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് റൂട്ട് മാറ്റാൻ ചെയ്യുന്നതാണ്. ഭജനം ഇരിക്കാൻ പോകാറല്ലേ, വലിയ പ്രശ്നം ഉണ്ടാകുന്നു, കുടുംബത്തിലൊരു പ്രശ്നം, ഭയങ്കര ദുരിതമാണ്, എല്ലാവർക്കും അവിടെ ശാപമാണ്, ആ ദുരിതമാണ്. അപ്പോഴായിരിക്കും ജ്യോതിഷന്മാരത്തൊക്കെ നോക്കുമ്പോൾ അവർ പറയും ഒരു കാര്യം, കുറച്ച് നാളത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കും, ഒന്നേലൊരു ടൂർ പോയാലും മതി. ഇനിയിപ്പോൾ വിശ്വാസമുള്ളവരാണെങ്കിൽ അവരോട് ചോറ്റാനൊക്കെ പോയി ഭജന ഇരിക്കും.
അല്ല ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യേ. അപ്പൊ അത്രയും ദിവസം ആ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് മാറിയിരുന്ന് ദൈവിക ചിന്തയോടുകൂടി അപ്പോൾ അവരുടെ ഉള്ളിൽ വിശ്വാസം ഒന്നുകൂടെ അർപ്പിക്കുകയാണ്, ഞാനിത് ചെയ്യുന്നത് കാരണം തീർച്ചയായിട്ടും ഇത് മറികടക്കാൻ പറ്റും. ആ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള കർമ്മത്തിൽ ഏർപ്പെട്ടാലോ സംഗതി അങ്ങ് ശരിയാവും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എനർജിയെ മറ്റൊരു അവസ്ഥയിലേക്ക് റീറൂട്ട് ചെയ്യുക. ഇതിന് പണ്ട് കാലത്ത് ചില ഒബ്ജക്റ്റ് ബേസ്ഡുള്ള ആക്ടിവിറ്റിയാണ് അന്നും ഇന്നും. എന്നാൽ അതിലൂടെ തന്നെ നമുക്ക് ഏത് രൂപേണ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സമീപിക്കാം. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ പല മാർഗമുണ്ട്, പല ഗോവണികളുണ്ട്. ഏതിലൂടെയാണെങ്കിലും ഇവിടെ എത്താൻ പറ്റും. ഒരു വ്യക്തിയുടെ വിശ്വാസം എന്ന് വെച്ചാൽ അതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഒന്നും ഇത് തെറ്റല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പിരിച്വാലിറ്റി ആയിരിക്കും സൈക്കോളജി രണ്ടിനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാരണം അതാണ്. ചിലർക്ക് ആ രൂപയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ചിലർക്ക് ഹിപ്നോസിസിലൂടെ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഭയം തട്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം, റിലേഷൻഷിപ്പ് പ്രശ്നം, ഇതെല്ലാം സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തികൾക്ക്, ആ ടേസ്റ്റ് ഉള്ള വ്യക്തികൾക്ക് ആ രൂപേണ പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ശരി, അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിധി എന്ന് പറഞ്ഞ് നമ്മൾ പലതും മാറ്റി വയ്ക്കാറുണ്ട്. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എൻ്റെ വിധി ഇതാണ്. അപ്പം ഈ വിധിയുടെ വേറൊരു വാക്കാണ് തലവര. അപ്പം അതെങ്ങനെയാണ് അറിയാൻ പറ്റുമോ? ഇപ്പം എൻ്റെ തലവര എന്താണെന്ന് അറിയാൻ പറ്റുമോ? അതായത് തലയിൽ പണ്ടുതൊട്ടേ പറയാം, തലയിൽ എഴുതപ്പെട്ടത് അത് കൃത്യമായ രീതിയിൽ സംഭവിക്കുന്നു പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പണ്ട് നമ്മൾ കൈ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയാറ്, ഇപ്പോഴും ഉണ്ട്. ചിലർ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കൈരേഖ, ഹസ്തരേഖ ശാസ്ത്രം എന്നാ പറയുന്നത്. അതൊരു ശാസ്ത്രമാണ്. അപ്പൊ ഇത് നോക്കി നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, ആയുസ് എത്രയാണ്, ഏതൊക്കെ രംഗത്ത്, ഇതെല്ലാം പറയുന്ന ചിലർ പറഞ്ഞു വരുമ്പോൾ അവർ വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, ഇത് സാധാരണ കാക്കാത്തിമാരായിരിക്കും. അവരിങ്ങനെ നോക്കി പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മുടെ കുടുംബത്തിലുണ്ടായ സംഭവം വരെ പറയും. ചിലർ വളരെ കൃത്യം, അതിനെ സ്കില്ലെന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് കൈരേഖയായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്? ഒരു ശാസ്ത്രം റിസർച്ച് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുമായിട്ട് ഇന്റലിജൻസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതാണ്. തലച്ചോറിൽ നിന്നാണല്ലോ ഓരോ കഴിവുകളിരിക്കുന്നത്. അതിന് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ളതാണ് മനുഷ്യന്റെ മസ്തിഷ്കം. ഓരോരുത്തരും ചില അഭിരുചികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ ഉരുവായി വരുന്ന സമയത്തേനും ഒരു മാംസപിണ്ഡമാണ്, ഒരു കാഷ്നട്ടിന്റെ ഷേപ്പ്, കൈ കാലും വന്നിട്ടില്ല. അപ്പൊ തലയാണ് ആദ്യം ബിൽഡപ്പായി വരുന്നത്. നമ്മളുണ്ടല്ലോ ഒരു വാൽമാക്രി പോലെ ആയിരിക്കും. അന്നൊരു മാംസപിണ്ഡമൊക്കെ പ്രസ് ചെയ്തിരുന്ന പിന്നെ രൂപീകൃതമാക്കി എടുത്തു വന്നപ്പം പതിഞ്ഞ സംഭവമാണ് ഈ പ്രിന്റ് എന്ന് പറയും, ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട്. അപ്പൊ ഇതൊരിക്കലും മാറുന്നില്ല. ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും മാറി പുതിയത് വന്നുകൊണ്ടേയിരിക്കും. തലച്ചോറിലെ ജീവകോശങ്ങളെ ന്യൂറോൺസ് ആണ് പറയുന്നത്. അതൊരിക്കലും മാറുന്നില്ല. നമ്മുടെ ഈ കൈവെള്ള രേഖയും മാറില്ല. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വന്നത് കാരണം സംഭവിച്ചാൽ ഇതിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഇന്റലിജൻസ് ഏതൊക്കെയാണ് കൂടി നിൽക്കുന്നത് അറിയാൻ പറ്റും. അപ്പം അതിനെ ശാസ്ത്രം ഒരുപാട് ലക്ഷക്കണക്കിന് ഫിംഗർ പ്രിന്റ് പാറ്റേൺ ഐഡന്റിഫൈ അനലൈസ് ചെയ്യേണ്ട ഭാഗത്ത് ക്രോഡീകരിച്ചെടുത്തിട്ടുള്ള ഒരു അസംഷനിലൂടെ ഒരു ശാസ്ത്രശാഖ ഡെവലപ്പ് ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇന്റലിജന്റ് ടെസ്റ്റ്, DMIT ടെസ്റ്റ് എന്ന് പറയും. ഡെർമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്കിൻ, അതിന്റെ ഗ്രാഫിക്സ് പാറ്റേൺ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്, ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണം, ഒരു കുട്ടിക്ക് അല്ല നമുക്ക് പല കഴിവുണ്ട്, ആ ഒരു മേഖലയിലോട്ട് എത്താൻ പറ്റുന്നില്ല, ഇത് ഉള്ളിൽ കിടക്കാണ്, അവൻ വേറെ ഡൈവേർട്ട് ചെയ്തു പോയി. ഇപ്പൊ ചിലര് ചെറുപ്പകാലം മുതലേ അവരുടെ ഉള്ള സ്കില്ലിന്റെ പാതയിലൂടെ തന്നെ പിടിച്ചു പോയാണ് അവരുടേതായ ഒരു തട്ടകം വാഴും. ഇപ്പം ഫിലിം സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അവരുടെ സ്കില്ലിന്റെ പാതയിൽ അന്നേ എത്തപ്പെട്ടുകൊണ്ട് അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പിടിച്ചിരിക്കാൻ പറ്റും. ചിലർക്ക് ചൂന്ന് പോകുന്നുണ്ട്. അവരുടെ ആ ഒരു സ്കില്ലിന് ഇപ്പം നമുക്ക് ഇപ്പോൾ ചിലർക്ക് എഞ്ചിനീയർ ആകാൻ, ഡോക്ടർ, ഇതൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്, ഇത് കാണാതെ പോകുന്നു. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫിംഗർ പ്രിന്റ് അതുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ഐഡന്റിറ്റി ആയത്. പാസ്പോർട്ടിലും ആധാർ കാർഡിലും ഒക്കെ നിങ്ങളെ കണക്ക് നിങ്ങളേ ഉള്ളൂ ഈ ലോകത്ത്, വേറെ ആളില്ല, വന്നിട്ടില്ല, വരികയില്ല. അപ്പം നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ട്, അത് മറ്റൊരാൾക്കില്ലാത്തതാണ്, മറ്റുള്ളവർക്കുള്ളത് നമുക്ക് ഇല്ല. അപ്പം ഏറ്റവും എളുപ്പം ഏതാ? നമ്മുടെ ഉള്ള സ്കില്ലിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്കില്ല് എത്തുമ്പോഴേ പാഷനേറ്റീവ് ആയിട്ടുള്ള വ്യക്തി ആകുന്നുള്ളൂ, ഒരു അഭിനിവേശത്തോടു കൂടി ആ കർമ്മത്തിൽ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. ഇതറിയാതെ പോകുന്നതാണ് പലരുടെയും പ്രശ്നം. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ 10, 11, 12 ക്ലാസ്സിലൂടെ പോകുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം, എന്താ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പം എപ്പോഴും നമ്മൾ എങ്ങോട്ട് പോകണമെന്നുള്ള ഉള്ളിൻ്റെ ഒരു ഡിസയർ ശക്തമാണെങ്കിൽ നമ്മുടെ കഴിവായിട്ട് കണക്ട് ഉള്ളതായിരിക്കണം. അങ്ങനെ മറ്റു വഴിയിലേക്ക് വഴിതെളിച്ച് പോകില്ല, അല്ലെ വഴിതെറ്റി പോവും പല ദുശീലങ്ങളിലേക്കും. അല്ല അവൻ്റെ പറ്റിയുള്ള ആത്മവിശ്വാസം
എത്തിപ്പോകേണ്ട സ്ഥലത്തെ പറ്റി അറിയാതെ വരുന്നല്ലേ കുഴപ്പം. അപ്പോൾ ഈ ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്കില്ലുള്ളിൽ കിടക്കുന്ന ഏതാണെന്ന് അറിയാൻ പറ്റും. അതറിഞ്ഞു കഴിഞ്ഞാൽ അതറിഞ്ഞുകൊണ്ട് മാത്രമായില്ല, പക്ഷെ ഇവൻ്റെ ചില സ്വഭാവത്തിൽ മാറ്റം വരുത്താനുണ്ടാവും. നമ്മുടെ ഉള്ളിൽ പലരുടെയും പല കഴിവുകളുണ്ട്, അതൊരു മാപ്പ് പോലെ കണ്ടുപിടിച്ചാൽ തന്നെ അവിടേക്ക് എത്തണമെങ്കിൽ ഹഡിൽസ് ആയിട്ടുള്ള ബാരിയർ ആയിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ എനിക്ക് സ്വഭാവത്തിലുണ്ടാകാം, അലസതയുണ്ടാകാം, വിരസതയുണ്ടാകാം, പിന്നെ കൺസെപ്റ്റിനെ പറ്റി ഒന്നും അറിയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ തെറാപ്പിയിലൂടെ ഇവരെ കറക്റ്റ് ചെയ്യുകയും കൂടെ വേണം. അല്ല എത്രയോ ആൾക്കാർക്ക് അതുകൊണ്ട് കഴിവുണ്ട്, പക്ഷെ അവിടെ എത്താൻ പറ്റാത്ത പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അറിവില്ലാത്തതല്ല പറഞ്ഞ പ്രശ്നം. അറിവെന്ന് പറയുന്ന ഒരു നിധിയാണ്, പക്ഷെ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് താക്കോല. ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ നിധി കൊണ്ട് കാര്യമുള്ളൂ. അപ്പം അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ കൃത്യമായി കൺസൾട്ടേഷൻ കൊടുക്കും. എപ്പോഴും മെൻറ്ററിങ് വേണമല്ലോ. ഇപ്പം നിങ്ങളെപ്പറ്റി ഒരു സ്കിൽ ഇതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കും ബോധ്യമാവും. ഇനി അവിടെ പ്രത്യേകം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഒരു കരിയർ, അത് ഗൈഡൻസ് കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ എത്താൻ പറ്റും. അല്ല ഒരു പല ബാക്ക് പേപ്പർ വരുന്നത്. ഒരു ഡോക്ടറുടെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഡോക്ടർക്ക് പിന്നെ അവിടെ ആക്കണമെന്ന് ആഗ്രഹം, പക്ഷെ അവന് ഫാഷൻ ടെക്നോളജി ആയിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. നമുക്ക് അറിയാത്തൊരു സബ്ജക്റ്റിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ സ്ട്രഗിൾ കൂടും, സ്ട്രെസ് കൂടും. എത്രയോ കുട്ടികളെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സിനൊക്കെ ചേർത്ത് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പറ്റുന്നില്ല അത് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഉള്ളിലുള്ള ആ സ്കില്ല് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈ തലവര കണ്ടുപിടിച്ച്, തലവര അറിയാൻ കൈവരയാണ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമ്മുടെ വിധിയെ മാറ്റി നമുക്ക് ഗതിവിധിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇനി മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ നമ്മളെ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നു. ഈ ചാരത്തിനടിയിൽ കനൽ കിടക്കുന്ന പോലെയാന്ന് പറയും കഴിവ്. മുകളിലുള്ള ഊതി മാറണം. അതിനാണ് നമ്മൾ ഈ പറയുന്ന ചില സ്പിരിച്വാലിറ്റിയിലൂടെയും നമ്മളിലേക്കുള്ള ശ്രദ്ധ കൊടുത്ത് ചിട്ടയോടുകൂടിയുള്ള ജീവിത ശൈലിയിൽ പോകുമ്പോൾ ഇടക്കാലം കൊണ്ട് നമ്മുടെ ചില കഴിവുകൾ എവിടെയാണെന്നുള്ളത് മനസ്സിലാവും. ഒരുപക്ഷെ മുൻ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാവും. വലുതാകുമ്പോൾ എനിക്ക് ബിസിനസ്സുകാരനാകണം, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം. അത് അവൻ്റെ സബ്ജക്റ്റുമായിട്ട് അവന് കൂടുതലും ബന്ധമുള്ളതിനകത്തായിരിക്കും അവൻ വിഷൻ വെക്കുന്നത്. അതുകൊണ്ട് സക്സസ് ആയിരുന്നു. ഇപ്പം നമുക്കറിയാൻ പാടില്ലാത്തൊരു വിഷയത്തെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളുടെ ഒരു മെയിൻ സംഭവം അവർക്ക് IPS ആണ്, IAS ആണ്. നേരെ പോയിട്ട് അക്കാഡമിയിലോട്ട് ചെയ്യുന്നത് ആകത്തില്ല എന്നല്ല, ആകും. പക്ഷേ അവർക്ക് ഈ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ആകാൻ പറ്റാതെ പ്രസന്റിൽ ഇവരുടെ ലൈഫ് സ്റ്റൈലാണ്. സെൽഫ് ഡിസിപ്ലിൻ അല്ല. സെൽഫ് ഡിസിപ്ലിൻ അല്ലാത്തവർക്ക് എത്ര കഴിവുള്ളിലുണ്ടെങ്കിലും അവിടെ എത്തില്ല. അപ്പം അതിന് പ്രാക്ടീസ് വേണ്ടേ? അത് വീട്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ തലവര കറക്റ്റാക്കി എടുക്കാൻ സാധിക്കും. ഈ ക്രില്യൻ ക്യാമറ ഉപയോഗിച്ച് അതാണോ ഈ DMIT ടെസ്റ്റ്? അല്ല, അത് വേറെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രില്ലിംഗ് ക്യാമറയിലെ ഒരു എന്താ പറയുക, അതിസൂക്ഷ്മമായ രീതിയിലുള്ള എനർജിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സംഭവം. അതിന് ഈ ഓറയെ തിരിച്ചറിയുന്നുണ്ട്. ക്രില്യൻ ക്യാമറയിലൂടെ എടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഓറയിൽ ഇന്ന ഡാമേജുകളുണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ അതൊരു ഗൈഡ് ലൈൻസ് മാത്രമാണ്. എന്നിട്ട് ക്ലെൻസ് ചെയ്ത് കറക്റ്റ് ആക്കണം. ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എനർജി ഫീൽഡാണ്. അതായത് എനർജി പ്രഭാവലയം എന്ന് പറയും. ഈ ഓറയുടെ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധി തെളിയില്ല. ഓറ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഓറ ബ്ലോക്ക് ആകാൻ കാര്യം എന്താ? പലവിധത്തിലുള്ള കാർമിക് എഫക്റ്റുകളാണ് പറഞ്ഞു. സഞ്ചിത കർമ്മമുണ്ട്, ജനിതകമായിട്ടുള്ളതുണ്ട്, പിന്നെ പ്രസന്റ് ലൈഫിൽ നമ്മൾ അകത്തേക്ക് ആർജിച്ചത്. ഈ 3 ഏരിയകളിൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ എനർജി ഫീൽഡ് ബ്ലോക്ക് ആവും. ഈ ഓറയുടെയൊക്കെ ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു 7 എനർജി പോയിന്റുകളുണ്ട്. അതിന് നമ്മൾ ചക്രകൾ എന്നൊക്കെ പറയും. മൂലാധാരം, മൂല സഹസ്ര, ഇതിലാണ് ഈ പറയുന്ന കാർമിക് എഫക്റ്റ് എല്ലാം പിടിച്ചാൽ ഓറയെ ബാധിക്കും. അതിനെ ഹീൽ ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ തെളിയുള്ളൂ. അപ്പം നമ്മുടെ ഓരോ എനർജി ഫീൽഡുകൾക്കും ഓരോ എഫക്റ്റാണ് വരുന്നത്. ഏറ്റവും താഴെയുള്ള മൂലാധാര എനർജി ഫീൽഡ് ചക്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ബാലൻസ് തെറ്റും ലൈഫിൽ. ഒന്നിനൊരു സ്ഥിരത ഉണ്ടായിരിക്കില്ല. എന്തിനിറങ്ങി തിരിച്ചെന്ന് പറഞ്ഞാലും ഫ്ലോപ്പ് ആകുന്നു. അതിനൊക്കെ മൂലാധാര ചക്രയിൽ കൂടുതലായിട്ട് എനർജി ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ്. അതിനെ അവിടെ ഹീൽ ചെയ്ത് കളയേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ തൊട്ടുമുകളിൽ സ്വാധിഷ്ഠാനം എന്ന് പറയും. നമ്മുടെ അധിഷ്ഠാനം, നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള അവിടെയൊക്കെ ആണെങ്കിൽ ഫിയർ ഒക്കെയാണ്. ഇപ്പം സ്ത്രീകൾക്കൊക്കെയാണ് കൂടുതലും സങ്കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ സപ്രഷൻ വരുന്നിടത്ത് കൂടുതലുണ്ടാവും. അതിന് അവിടെ വൂം ഹീലിംഗ് എന്ന് പറയും. അതൊക്കെ പേഴ്സണലായിട്ട് തന്നെ ഹീൽ ചെയ്ത് കളയേണ്ട കേസുകളാണ്. പിന്നെ മണിപൂര ചക്ര, അവിടെ എനർജി ലോസ് ആണ് സംഭവിക്കുക, നമ്മുടെ പുക്കിൾ കൊടിയുടെ മുകളിലായിട്ട്. പിന്നെ അനാഹത ചക്ര എന്ന് പറയും, ഹൃദയഭാഗത്ത്. അവിടെ നിന്ന് പോയിട്ട് കംപ്ലീറ്റ് സ്നേഹമില്ലായ്മ, ഫീല്, ഹാർട്ട്, ഇത് ലങ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ മുകളിലോട്ട് പോയി ത്രോട്ട് ചക്ര, അവിടെ വിശുദ്ധിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്,
തൈറോയ്ഡ് അത് മൂലമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ വരും. ആജ്ഞ എന്ന് വെച്ചാൽ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടാണ്, ബുദ്ധി മറഞ്ഞു പോവുക, ഇൻറ്റ്യൂഷൻ കിട്ടാതെ വരിക. സഹസ്രാരം വരുമ്പോൾ സ്പിരിച്വൽ കണക്ടിവിറ്റി പിന്നെ അങ്ങ് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ചക്രകളിലും ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓറയെ ബാധിക്കും. ഓറയെ ബാധിച്ച വ്യക്തി ആകെപ്പാടെ കഴിവുള്ളവരാണെന്ന് മയക്കും. ഇതിനെല്ലാം റിലീസ് ചെയ്ത് കളയണം. അങ്ങനെ ഓറയെ ക്ലെൻസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അത് പെർഫെക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല, മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻ്റെനൻസ് അതിനകത്തല്ല, പലരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒരു തവണ ക്ലിയർ ആയി പിന്നെ അത് കഴിഞ്ഞു. ഇപ്പൊ പലരും ചോദിക്കും, സാറേ ഇതൊക്കെ ചെയ്തിട്ട് ഇനി എത്ര നാളിനെയും ചെയ്യണത്, എത്ര നാൾ പല്ല് തേക്കണമെന്ന് ചോദിക്കുന്ന പോലെ. നമ്മുടെ ശരീരം ഹാർഡ്വെയറും മനസ്സ് സോഫ്റ്റ്വെയറാണ്. ഹാർഡ്വെയർ നമ്മൾ എങ്ങനെ നോക്കുന്നോ അതിലും ശക്തമായിട്ട് സോഫ്റ്റ്വെയർ നോക്കണം. സോഫ്റ്റ്വെയർ മാത്രം ചെയ്യാത്തതാണ് ഈ പ്രശ്നം. സോഫ്റ്റ്വെയറിലുള്ള എല്ലാം ഹാർഡ്വെയറെ ബാധിക്കുന്നു, ശരീരത്തെയും ജീവിതത്തെയും ബാധിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഹീലിംഗ്, ഈ സത്യം പറഞ്ഞാൽ ഹീലിംഗ് ആണ് നമ്മൾ ചിട്ടയോടെ ചെയ്യുന്ന എല്ലാ ആരാധന അനുഷ്ഠാനങ്ങളും. രാവിലെ കുളിക്കുന്നു, അവർ ഹീലിംഗ് അല്ലേ. നല്ല വൃത്തിയായ രീതി നമ്മുടെ ഉറക്ക് 2 നേരം കുളിച്ചാൽ തന്നെ എന്തേ ഉറ ഡെവലപ്ഡായി. അത് കണക്ക് തന്നെ ചൂട്, നമ്മൾ ആരതി കുഴിന്ന് കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിലോട്ടൊക്കെ പുതിയ വധുവരന്മാരെ കൊണ്ടുപോകുമ്പോൾ ആരതി ഒഴിഞ്ഞല്ലേ. അപ്പോൾ കൊച്ചുകുട്ടികൾ അല്ലെ ആരാണെങ്കിലും കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ചുറ്റും ദീപം കൊണ്ടൊരു ആരതി ഒഴിഞ്ഞാൽ തന്നെ ഓറ ക്ലെൻസായി. അപ്പോൾ ഈ ശുദ്ധീകരണം എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ക്ലെൻസ് ചെയ്യാനുള്ള നിരവധി മെത്തേഡുകളുണ്ട്. ഓറ ക്ലെൻസ് ചെയ്തിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് ക്ലെൻസ് ചെയ്താണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആയിരിക്കും, വരാൻ പോകുന്നതിനെ പറ്റി കണക്ടിവിറ്റി കിട്ടും. പിന്നെ അവർക്ക് എപ്പോഴും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കും. അതായത് ബുദ്ധിമുട്ട് മാറി, തടസ്സം മാറി, ഓരോ ദിവസം ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള വ്യക്തികളുടെ ഉള്ളിലുള്ള ആ സ്കില്ല് എന്തെന്ന് തെളിഞ്ഞു വരും. നേരത്തെ പറഞ്ഞ ചാരത്തിനടിയിൽ നിന്ന് കനൽ പൊങ്ങി വരുന്ന പോലെ ഈ DMT ടെസ്റ്റ് ഒന്നും എടുത്തില്ലേലും ഈ ഓറ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ യഥാർത്ഥ പാത്വേ ഏതാന്നുള്ളത് പൊങ്ങി വരും, കഴിവ് പൊങ്ങി വരും. ഇനി ആ കഴിവ് കിട്ടിയാൽ തന്നെയോ അത് പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം കോസ്മിക്കൽ പ്രപഞ്ചത്തിൽ നിന്ന് കണക്ട് ആവും. ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് വരാറുണ്ട്. അവർ പറയും, സാറേ ഞാനൊക്കെ ഒരുപാട് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്, ഇങ്ങനെ ഒരുപാട് അഫർമേഷൻ എഴുതുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ശരിയാകുന്നില്ല. ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകുന്നില്ല. ഈ ശരിയാകത്തിന്റെ കേസ് ഈ പറയുന്ന ഓറ ബ്ലോക്ക് ആണെങ്കിൽ ശരിയാകൂല. എനിക്കതിൽ തോന്നിയേക്കുന്ന ഒരു ഡൗട്ടാണ്, ശരിയാണോ എന്നറിയില്ല. ഇപ്പോ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുന്നതായിക്കോട്ടെ, ഇതുപോലെ അഫർമേഷൻസ് എഴുതുന്നതായിക്കോട്ടെ, ചിലര് ഇത് ചെയ്യുന്നത് എനിക്കിത് ചെയ്താലേ അത് നടക്കൂ, ഇത് ചെയ്താലേ അത് നടക്കൂ, അപ്പൊ അത് നടക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുമ്പോ വരുന്ന ബ്ലോക്കാണോ? അങ്ങനെ എനിക്ക് തോന്നിയേക്കുന്നു. അതിന്റെ പിന്നിലെ സയൻസ് എന്ന് വെച്ചാല്, ഇപ്പം ഇന്ന കാര്യത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ അത് ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലാത്തോണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നേ, ആഗ്രഹിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇല്ല എന്നുള്ള ശൂന്യത ഉള്ളിൽ കിടക്കുക, അപ്പോൾ സാധിക്കത്തില്ല. എപ്പോഴും മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ഫീൽ എടുക്കുന്നു അതാണ്. ഇപ്പൊ എനിക്ക് ഇന്ന കാര്യം നേടണം, എന്റെ ആ കടം വീട്ടണം, അത് വീട്ടണം എങ്കിൽ ഇപ്പൊ കടം ഉള്ളതുകൊണ്ടല്ലേ വീട്ടണം എന്ന് പറയുന്നത്. അപ്പൊ അകത്ത് വലിയൊരു ശൂന്യതയാണ്, അതുകൊണ്ട് പിന്നെയും പ്രശ്നമാകും. അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും അഫർമേഷൻ ഒരു ഒബ്ജക്റ്റിലൂടെ കൊടുക്കുമ്പം നമ്മുടെ ഭാവം എന്താണോ അതനുസരിച്ചാണ് റിസൾട്ട്. യത് ഭാവ തത് ഭവതി, ഏത് ഭാവേനയാണോ. അപ്പൊ ദൈവത്തിന് അല്ലെങ്കിൽ ഊർജ്ജത്തിന് ഒറ്റ ഭാവയുള്ള, ഒറ്റ ഭാഷയെ അറിയുള്ളൂ. ഭഗവാൻ ഒറ്റ ഭാഷയേ ഉള്ളൂ. ഈ ഭാഷ അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അപകടമാണ്, അതിന് മനസ്സിലാകത്തുമില്ല. ദൈവത്തിന്റെ ഭാഷ സ്പന്ദനമാണ്, ദൈവത്തിന്റെ എനർജിയാണ്, കോസ്മിക് വേൾഡാണ്, സ്പന്ദനം. ഇവിടെ നമ്മൾ എന്ത് സ്പന്ദിപ്പിക്കുന്നു അതിന്റെ പിന്നിലുള്ള ഇമോഷൻ എന്തോ അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ആ ഇമോഷൻ ദുഃഖത്തോടെയാണ് ദുഃഖം കൂടി വരുന്നു. കടവും വിലയാണ് ഇമോഷനായിട്ട് റിഫ്ലക്ട് ചെയ്യുമെങ്കിൽ അത് തന്നെ ബിംബിപ്പിക്കുന്നത്, ബിംബിപ്പിക്കുന്നതാണ് ബിംബം എന്ന് പറയുന്നത്. നമ്മൾ ബിംബത്തിലല്ലേ ആരാധിക്കുന്നത്, ബിംബത്തിൽ ആരാധിക്കുന്നവർ. ഇനി അതല്ല പ്രപഞ്ചത്തിലേക്ക് ആരാധിക്കുന്നവരുണ്ടല്ലോ. ഇടയ്ക്കൊരു മീഡിയം വേണ്ട, എല്ലായിടത്തും തുടങ്ങി ദൈവ നിരാകാരിയാണ്, ആകാരമില്ല, സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, അത് ഊർജ്ജമാണ്. അപ്പൊ അതിലേക്ക് നോക്കി കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും ഡയറക്റ്റ് കണക്ഷനാണ്. പക്ഷെ ഇവിടുത്തെ ഭാവം നിങ്ങളുടെ നെഗറ്റീവ് ആണെങ്കിൽ അതേ തിരിച്ചു വരുള്ളൂ. തഥാസ്തു, അത് തന്നെ ഭവിക്കട്ടെ. ഇത് പല ഭാഷയെ പറയുന്നു, ആമേൻ, ഇൻഷാ അല്ലാഹ്, നീ എന്താണോ ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഭാവം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ബിംബത്തിലല്ല എവിടെ പ്രാർത്ഥിച്ചിട്ടും ഫലം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല തിരിച്ചടിയും കൂടെ കിട്ടും. ഇത് ശാസ്ത്രീയമായിട്ട് അറിയുന്നതിനെയാണ് സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട് എല്ലാ മതങ്ങളിലും, ചിട്ടയോടെ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന ഒരു എനർജിയുടെ ഒരു ബാലൻസിങ്ങും
അതിനെ അക്വയർ ചെയ്യലുമാണ്. ക്ലെൻസിങ്ങും, ഉള്ളിലേക്കുള്ള മാലിന്യത്തെ കളയാനുള്ള പ്രക്രിയകളും അതിനെ എനർജൈസ് ചെയ്യാനും തുടർച്ചയായിട്ട് കൊണ്ടുപോകാനും കൺസിസ്റ്റൻസി കിട്ടാനാണ് എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റികളും. അപ്പോൾ അത് ചിട്ടയോടുകൂടി അങ്ങനെ ജീവിതം ആധ്യാത്മിക തലത്തിൽ ജീവിക്കുന്നവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് മതങ്ങൾ വെച്ചിരിക്കുന്നത്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള അഭിപ്രായം എന്നാണ് അർത്ഥം. എൻ്റെ മതം ഇത്, എൻ്റെ അഭിപ്രായം ഇത്. ഇപ്പോൾ കാണാൻ പറ്റാത്ത ദൈവത്തെ പറ്റി ഇന്ന അഭിപ്രായത്തിലൂടെ നമ്മൾ ഡിസൈൻ ചെയ്ത് പോകുന്നു. അപ്പോൾ ഏത് അഭിപ്രായത്തിലൂടെയാണ് എത്തുന്നതല്ല ഒരിടത്തേക്കാണ്, എല്ലാത്തിലും അടങ്ങിയ തത്വം. അതുകൊണ്ടാണ് പറഞ്ഞാൽ മതം എന്ന് പറയുന്ന അഭിപ്രായമാണെങ്കിൽ ഇന്ന മതത്തിലൂടെ മാത്രമേ ആ എനർജിയിലേക്ക് ഭഗവാനിൽ എത്താൻ പറ്റുന്നു എന്നല്ല, അത് തെറ്റാണ്. എല്ലാത്തിലൂടെ എത്താം. പക്ഷെ മതങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നത് ഇന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ് പ്രശ്നം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമ്മളെ തന്നെ ഒരു റിജ്യൂനേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മുടെ ഈ വിശ്വാസങ്ങളായിക്കോട്ടെ, നമ്മുടെ മനസ്സിനെ തന്നെ കറക്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം സ്പിരിച്വാലിറ്റി എന്ന് റൈറ്റ് നോളജ് അബൌട്ട് അവർ മൈൻഡ് എന്നാണ് പറയുന്നത്. MIND, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ. അപ്പം അതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ പറയുന്ന ആക്ടിവിറ്റി. അത് സൈക്കോളജി ആണെങ്കിലും സ്പിരിച്വാലിറ്റി ആണെങ്കിലും. ഓക്കെ, താങ്ക് യു സർ.